ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്, ഷെയർ, ലൈക്ക് ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ്. സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പെഷ്യൽ ഒന്നും അല്ല കേട്ടോ, നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ് മത്തി ഫ്രൈ. പക്ഷെ നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ മത്തി ഫ്രൈ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ചെറിയ 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 പൊടിക്കൈകളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. അതുപോലെ പുതിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ മത്തി വെട്ടണമെന്ന് ചിലപ്പോൾ അറിയത്തുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മത്തി എങ്ങനെയാണ് വെട്ടുന്നത്, അതും 2-3 തരത്തിൽ നമുക്ക് വെട്ടാൻ വേണ്ടി പറ്റും. അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ കത്രിക ഉപയോഗിച്ചിട്ട് ആണ് വെട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് കത്രിക ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടി തീർക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്കത് ക്ലീൻ ആക്കാം. നമുക്ക് മീൻ കത്രിക കൊണ്ടാണ് കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അതുപോലെ തീരെ ഉളുമ്പില്ലാതെയും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് മീനിൻ്റെ ചെതുമ്പൽ ഇങ്ങനെ കത്രിക തുറന്ന് വെച്ചിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കളയാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. നമുക്ക് എല്ലാത്തിൻ്റെയും അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് മത്തിയുടെ വാലും തലയും വയർഭാഗവും ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്യാം. ഇതിപ്പോൾ തല ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് തല മുഴുവനായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ അകത്തെ കുടലും പണ്ടും എല്ലാം നമുക്ക് കളയാം, വൃത്തിയാക്കി എടുക്കാം. തലയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് തലയുടെ ഭാഗം കൂട്ടി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളെല്ലാ മീനും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വയറുഭാഗം എല്ലാം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം നമുക്ക്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ തലയില്ലാതെ ആക്കി ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് അകമെല്ലാം വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഉളുമ്പ് മാറാനായിട്ട് ഇച്ചിരി കല്ലുപ്പിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മീൻ നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്കിത് കിട്ടും. ഇനി നമ്മുടെ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കതിന് വരയിട്ട് കൊടുക്കാം. നന്നായിട്ട് കീറി കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി മസാല കൂട്ടാൻ ആവശ്യമായ സാധനങ്ങൾ: നാരങ്ങ, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവയാണ്. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നാരങ്ങ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ലാസ്റ്റ് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഡ്രൈ ആയിട്ടായിരിക്കുന്നെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു പരുവം വരെ ആക്കുക. ഇനി നമുക്ക് നമ്മുടെ മീനെടുത്ത് അതിലേക്ക് നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായി നല്ല മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് എല്ലാം റെഡിയായി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാമെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം 5 മിനിറ്റ് നമ്മൾ വെക്കുക ചെയ്തത്. അല്ലാതെ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. കുറച്ചൊരു 5 മിനിറ്റ് അതിൻ്റെ മസാല ഒന്ന് മീനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഒരു പാൻ ചൂടാകാനായി വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കറിവേപ്പില എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ മീനിന് കിട്ടാനും കൂടാതെ നമ്മുടെ മീനിൻ്റെ ദശയൊന്നും പൊടിഞ്ഞു വരാതിരിക്കാനുമാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് മീൻ വറുത്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഓരോരോ മീനുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മീനിൻ്റെ ഒരു വശം മുഴുവൻ നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ അത് മറിച്ചിട്ടിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീനിൻ്റെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആയത് ഓരോന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും ഷെയറും പ്രതീക്ഷിക്കുന്നു.